ഹായ് ബിഗ് ബോസ് സീസൺ 7 ഒരു പ്രൊമോ ഏഷ്യനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ളൊരു പ്രൊമോ. അതായത് അനീഷ് ഷാനവാസ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇവർ തമ്മിൽ സൗഹൃദം പങ്കിടുന്നു, മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്നു. ഇതാണ് വിഷയം. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി. ആ പ്രൊമോയിൽ രണ്ടുപേരെയും വളരെ സന്തോഷത്തിലാണ് നമ്മൾ കണ്ടത്. ഷാനവാസിന്റെ തമാശകൾ അത് കേട്ട് പൊട്ടിച്ചിരിക്കുന്ന അനീഷ് തീർച്ചയായും ഗംഭീരമായിട്ടുണ്ട്. ഷാനവാസ് ഇന്നലെ ലൈവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ ഇനിയുള്ള ദിവസങ്ങൾ മറ്റുള്ളവരെ വെറുപ്പിക്കാതെ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഗെയിം എല്ലാം കഴിഞ്ഞു. പ്രേക്ഷകർക്ക് നമ്മളോടുള്ള സ്നേഹം അത് ഇത്രയും ദിവസത്തെ ഗെയിമിനുള്ളിൽ വന്നു കഴിഞ്ഞു. ഇനി പ്രേക്ഷകരുടെ ഇഷ്ടമൊന്നും മാറില്ല. അതുകൊണ്ട് തന്നെ ഇനി പ്രത്യേകിച്ച് ഗെയിം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കാം. ആരോടും പരിഭവമില്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നെവിനോടെല്ലാം ഞാൻ നല്ല കമ്പനിയായി സംസാരിച്ചത് എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗെയിമില്ല. ഇവിടെ ഷാനവാസ് മറ്റുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ. അക്ബറിനെ കുറിച്ച് പറയുന്നു, ഒറ്റയ്ക്ക് സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച്. അതുപോലെ അനുമോളെ കുറിച്ച് പറയുന്നു, നെവിനെ കുറിച്ച് പറയുന്നു. അതായത് നെവിന് പണപ്പെട്ടി ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. ആ ടാസ്ക് വന്നതിന് ശേഷം നെവിൻ ശൂന്യതയിൽ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഷാനവാസ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ അനീഷിന്റെ സുപ്രഭാതം ഈ പരിപാടിയെയും ഷാനവാസ് കളിയാക്കുന്നുണ്ട്. രാവിലെ മോർണിംഗ് സോങ് ബിഗ് ബോസ് ഇട്ട് തന്നിട്ട് അങ്ങ് ഓടിപ്പോവും. അതായത് ബിഗ് ബോസ് സോങ് ഇട്ട് അങ്ങ് ഓടിപ്പോവും എന്നുള്ളതാണ് പറയുന്നത്. അതിനുള്ള കാരണം അതിനുശേഷം നിന്റെ ഒരു സുപ്രഭാതമില്ലേ, അത് കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് പുള്ളി ഓടിപ്പോകുന്നത് എന്നുള്ള രീതിയിൽ ഷാനവാസ് സംസാരിക്കുന്നു. അനീഷ് പൊട്ടിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം തോന്നി ആ പ്രൊമോ കണ്ടപ്പോൾ. ഇവിടെ പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും ഇഷ്ടം. ഒരാൾക്ക് അനീഷിനെ ആയിരിക്കും ഇഷ്ടം, ഒരാൾക്ക് ഷാനവാസിനെ ആയിരിക്കും ഇഷ്ടം. പക്ഷെ നമ്മൾ നല്ലത് കണ്ടാൽ നല്ലതാണ് എന്ന് തന്നെ പറയണം. പല ആൾക്കാരും അതിന് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. വളരെ മോശമായി. ഷാനവാസിനെ പോലുള്ള ഒരാളുടെ കൂടെ അനീഷ് എന്തിനാണ് ഇരിക്കുന്നത്, അതിന്റെ ആവശ്യം എന്താണ്, ആ പുള്ളി ആദിലയുടെയും നൂറയുടെയും പാവാട വള്ളിയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് കേട്ടു. ഇവിടെ ഷാനവാസിനെ മനഃപൂർവ്വമായിട്ട് എന്തിനാണ് നിങ്ങൾ താഴ്ത്തി പറയുന്നത്? നിങ്ങൾക്ക് അനീഷിന് ഇഷ്ടമായിരിക്കാം, അവിടെ ഷാനവാസിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഞാൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് അനീഷിന്റെ ഗെയിമിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ ആ പ്രൊമോ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അനീഷിന്റെ ആ ചിരി എനിക്ക് ഇഷ്ടമായി. എനിക്ക് ഷാനവാസിനോട് ഇഷ്ടം കൂടുതലാണ് എന്ന് വെച്ച് ഞാൻ പറയുകയാണ്, അനീഷിനെ പോലുള്ള ഒരാളോടൊപ്പം എന്തിനാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഷാനവാസ്, നിങ്ങൾക്ക് വേറെ പണിയില്ലേ? ആ വ്യക്തിയോടൊന്നും സംസാരിക്കാൻ പാടില്ല. വളരെ മോശമാണ്. ആ പുള്ളി അനുമോളുടെ പാവാട വള്ളിയാണ്, അനുമോളുടെ പുറകിലാണ് ഇപ്പൊ പുള്ളിയുടെ നടത്തം എന്നുള്ള രീതിയിൽ സംസാരിച്ചാൽ എത്ര മോശമാണ്. നമ്മൾക്ക് നല്ലതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നല്ലതാണ് എന്ന് തന്നെ പറയണം. അങ്ങനെ പറയാത്ത ആൾക്കാരെയാണ് അന്തങ്ങൾ അല്ലെങ്കിൽ വിവരമില്ലാത്തവർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഇത്തരം വിവരക്കേടുകൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇഷ്ടമായി എന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ല, കഴിഞ്ഞു. അവിടെ അയാളോടൊപ്പം പോയിരിക്കരുത്, ഇയാളോടൊപ്പം പോയിരിക്കരുത്. എന്താണിത്? അവർ രസകരമായി മുന്നോട്ട് പോകുന്നു. അവിടെ അവർക്ക് ഗെയിമില്ല. അതിനുശേഷം അവർ ഗെയിം ചെയ്യും. അപ്പോൾ ആരുടെ ഭാഗത്താണ് ശരി എന്ന് നോക്കി നമുക്ക് സംസാരിക്കാം. അല്ലാത്ത സമയത്ത് അവരെ വെറുതെ വിടൂ. ഇതാ പ്രൊമോയ്ക്ക് താഴെ പോയി ഷാനവാസിനെ ഡിഗ്രേഡ് ചെയ്യുന്ന തരത്തിൽ സംസാരിക്കുന്നതിനോട് നമുക്ക് ഒട്ടും യോജിപ്പില്ല. വളരെ മോശമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.